ഹായ്, നമ്മളിന്ന് +1 ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കണോമി ഓൺ ദ ഇവൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് ഇവൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയുടെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് അല്ലെങ്കിൽ വന്നു പോയപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയിൽ വന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ, ഇവിടെ 2 ഒബ്ജക്റ്റീവ്സുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. 2 ഒബ്ജക്റ്റീവ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരാനുണ്ടായ 2 കാരണങ്ങളുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാനുണ്ടായത്. ആ കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷുകാർക്ക് എന്തറിയാം? നമ്മുടെ ഇന്ത്യ അടിപൊളിയാണെന്നറിയാം. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എന്തായിരുന്നു? നമ്പർ 1 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ആർക്കറിയാം? ബ്രിട്ടീഷുകാർക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ അവർ തയ്യാറായത്. എന്തുകൊണ്ടാണ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത വന്നത്? നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്? ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കൾ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് ആര് വന്നത്? ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നത്. സെക്കൻഡ് പോയിന്റ്, ടു കൺവേർട്ട് ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് ഫോർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൻ. രണ്ടാമത്തെ കാരണം എന്താ ഇവിടെ പറയണേ? നമ്മുടെ ഇന്ത്യ അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നു. കുറേ റോ മെറ്റീരിയൽസ്, ആവശ്യത്തിനുള്ള എല്ലാ റോ മെറ്റീരിയൽസും നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനാണ് ഇവർ വന്നതല്ലേ. എന്നിട്ട് ഈ റോ മെറ്റീരിയൽസ് ഇവരുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് നല്ല നല്ല സാധനങ്ങൾ ഇവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഇവർ തിരിച്ചെങ്ങോട്ട് കൊണ്ടുവരും? നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ ഇവർ കൊണ്ടുവരും. എന്നിട്ട് ഇവിടുത്തെ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ റോ മെറ്റീരിയൽസ് ഇവരെന്ത് ചെയ്യാണ്? അവരുടെ ഇൻഡസ്ട്രിയിൽ അവർ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് തന്നെ വിൽക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 2 തരത്തിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഒന്ന്, ചെറിയ വിലക്ക് റോ മെറ്റീരിയൽസ് കിട്ടിയിട്ട് ഇവരെവിടെ കൊണ്ടുപോകുന്നു? ഇവരുടെ ഇൻഡസ്ട്രിയിലേക്ക് ഇവർ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? അവർ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് തിരിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്നിട്ട് ചെറിയ വിലയ്ക്ക് വിൽക്കേണ്ട ഒരു സാധനം അവർ എന്ത് ചെയ്യാണ്? അവരുടെ മാർക്കറ്റ് പ്രൈസ് അവർ വലിയൊരു പ്രൈസിൽ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 2 രീതിയിലുള്ള ബെനിഫിറ്റാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരുന്നത്. അങ്ങനെ ഇവർ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിൽക്കുമ്പോൾ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഇന്ത്യക്കാരെന്താ ചെയ്തിരുന്നത്? ചെറുകിട വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത് അല്ലേ. ആ ചെറുകിട വ്യവസായികൾക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. കാരണം നല്ല രീതിയിൽ അവരെന്ത് ചെയ്യാണ്? മെഷീനെ കൊണ്ടൊക്കെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മെഷീനെല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ ചെറുകിട വ്യവസായികൾ എങ്ങനെയാണ്? കൈകൊണ്ടാണ് ഓരോ സാധനവും നിർമ്മിച്ചിരുന്നത്. മെഷീൻസ് കൊണ്ടുണ്ടാക്കുന്നതും അതുപോലെ കൈകൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അങ്ങനെ സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യർ എന്ത് ചെയ്യാണ്? അവരുടെ പ്രൊഡക്റ്റ്, ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി.
അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വ്യവസായികൾക്കാണ് എന്ത് ഉണ്ടായത്, ബുദ്ധിമുട്ടായിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങൾ തകരാൻ തുടങ്ങി എന്നതാണ് നമുക്കുണ്ടായ ഒരു പ്രശ്നം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരാൻ തയ്യാറായത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് എന്താണ് കിട്ടുന്നത്, ബെനിഫിറ്റാണ് ഇന്ത്യയെ കൊണ്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 2 പോയിന്റ് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാനുണ്ടായ കാരണം എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. അവിടെ പറയുന്നുണ്ട് ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ് എന്ന്. ബ്രിട്ടീഷുകാര് വരുന്നതിന് മുൻപുള്ള ഇന്ത്യയിലെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ 2 പോയിന്റ് വ്യക്തമാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാനുണ്ടായ 2 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്ത്യ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡന്റ് ഇക്കണോമി ബിഫോർ ദ ബ്രിട്ടീഷ് റൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, നമ്പർ 1 ആയിരുന്നു. അടിപൊളിയായിരുന്നു, എല്ലാ കാര്യത്തിലും അടിപൊളിയായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യ ഒരു എന്തായിരുന്നു, സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു. അതായത് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത് ആ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. സ്വന്തം ആവശ്യങ്ങളെ സ്വയം നിറവേറ്റുക, ആരെയും ആശ്രയിക്കാതെ സ്വയമായിട്ട് നിറവേറ്റാൻ സാധിക്കുന്ന ഒരു രീതി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. സെക്കൻഡ് വൺ ആണ് മേജർ സോഴ്സ് ഓഫ് ലീവ്ഹുഡ് അഗ്രികൾച്ചർ. എന്നുവെച്ചാൽ പണ്ട് തൊട്ടേ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് എന്താണ്, കൃഷിയാണ്. കൃഷി എന്ന ഒരു ഇതിലൂടെയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അല്ലെ. ഇന്ത്യ ഈസ് ആൻ അഗ്രേനിയൻ ഇക്കോണമി എന്നാണ് പറയാറുള്ളത് സാധാരണ. എന്ന് വെച്ചാൽ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്നാണ് നമ്മളെ ഇന്ത്യയെ പറയാറുള്ളത്. കാരണം കൃഷിയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം കൃഷിയാണ്. അതാണ് ഉപജീവന മാർഗം അവിടെ. ഓക്കെ. തേർഡ് ഒന്നാണ് ഇക്കണോമി ഹാഡ് വേരിയസ് കിറ്റ്സ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിവിധ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു കൃഷിയാണ് ഇവിടെ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. മെയിൻ ഉപജീവന മാർഗം നമ്മുടെ കൃഷിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് പുറമെ നമുക്ക് എന്തും കൂടി ഉണ്ടായിരുന്നു, മാനുഫാക്ചറിങ് വ്യവസായങ്ങളും കൂടി പ്രവർത്തനങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഫോർത്ത് ഒന്നാണ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്, കോട്ടൺ, ടെക്സ്റ്റൈൽസ്, മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. എന്താണ്, കരകൗശല വ്യവസായങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പരുത്തി, അതുപോലെ സിൽക്ക് തുണികള്, അതുപോലെ ലോഹം, വിലയേറിയ കല്ലുകള്, ഇവയൊക്കെയാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ദിസ് ഈസ് പ്രൊഡക്ട്സ് എൻജോയ്ഡ് എ വേൾഡ് വൈഡ് മാർക്കറ്റ്. നമ്മുടെ ഈ പ്രൊഡക്ട്സ് നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ 1 ആയിരുന്നു, എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ എന്താണ്, വേൾഡ് ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് ലെവൽ ഇതിന് മാർക്കറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് 2 ഒബ്ജക്റ്റീവ്സുകൾ പറഞ്ഞു. നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് വരാനുണ്ടായ 2 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ് നമ്മൾ പറഞ്ഞു. എന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ 5 പോയിന്റ് പറഞ്ഞത്. കാരണം ഇത് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കാരണം നമ്മുടെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഈ ചാപ്റ്റർ ഒരു പ്രാവശ്യം എടുത്തു മാറ്റിയിരുന്നതാണ് ഈ ചാപ്റ്റർ. പിന്നെയും എടുത്തു മാറ്റിയിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെയും ഈ ചാപ്റ്റർ നമ്മുടെ ഇക്കണോമിക്സിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ആ ചാപ്റ്ററിന് എത്ര ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഒരിക്കൽ എടുത്തു മാറ്റിയ ചാപ്റ്റർ പിന്നെയും നമ്മുടെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിന് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ടായിരിക്കും. അതുപോലെ ആ ചാപ്റ്ററിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് പറയാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ ഇക്കണോമി ഡ്യൂറിങ് ദ കൊളോണിയൽ പീരിയഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഡ്യൂറിങ് ആണ്, വന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, British economic policies were concerned more with the protection and promotion of the British economic interest than the development of the Indian economy. ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ സംരക്ഷണം, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് ആർക്കുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്കുള്ളത്. ആ ലക്ഷ്യം നേടുവാനാണ് അവർ വന്നതും. അല്ലാതെ ഇന്ത്യക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെന്നോ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ എന്നൊന്നും ആർക്കില്ല, ബ്രിട്ടീഷുകാർക്കില്ല. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക താല്പര്യങ്ങളും അതിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന് പ്രൊമോട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു ബോധവും അവർക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, കൺസ്യൂമർ ഓഫ് ബ്രിട്ടീഷ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ അസംസ്കൃത വസ്തുക്കൾ കൊടുക്കാനുള്ള വെറും ഒരു രാജ്യമായിട്ട് എന്ത് മാറി? ഇന്ത്യ അവർ മാറ്റിയെടുത്തു. ഇവിടുന്ന് നമ്മുടെ അസംസ്കൃത വസ്തുക്കള് അവരെവിടേക്ക് കൊണ്ടുപോവാണ്? അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ വെറും ഒരു അസംസ്കൃത വസ്തുക്കൾ കൊടുക്കാനുള്ള ഒരു രാജ്യമാക്കിയിട്ട് നമ്മൾ ഇന്ത്യയെ മാറ്റി. രണ്ടാമത്തെ പോയിന്റിൽ എന്താ? കസ്റ്റമർ ഓഫ് ബ്രിട്ടീഷ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ പ്രൊഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരാണ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. അവർ ഇന്ത്യയെ ഉപയോഗിക്കുകയാണ്. എങ്ങനെ? അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അവർ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇന്ത്യയിൽ ഉപയോഗിച്ചു. അതുപോലെ തന്നെ അവരുണ്ടാക്കിയ മാനുഫാക്ചർ ആയ പ്രൊഡക്റ്റ് അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിറ്റഴിക്കാൻ അവർ ഇന്ത്യയെ ഉപയോഗിച്ചു. ഈ രണ്ട് കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണ്, കൊളോണിയൽ ഗവൺമെന്റ് നെവർ മെയ്ഡ് എനി censor attempt to estimate India's national income and per capita income, PCI. എന്ന് വെച്ചാൽ PCI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇവിടെ എന്താ പറയണേ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം എത്രയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആളോഹരി വരുമാനം എത്രയാണെന്നോ ഒന്നും കണക്കാക്കാൻ അവര് തയ്യാറായിട്ടില്ല. കാരണം എന്താ? അവർക്ക് ഇന്ത്യയെ കുറിച്ച് ബോധേടാവേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഇന്ത്യക്കാർ വാങ്ങുന്നുണ്ടോ, അവർക്ക് ലാഭം കിട്ടുന്നുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ഇന്ത്യയെ കുറിച്ച് അവർ ഒരിക്കലും ബോധേഡായിട്ടില്ല. അപ്പോൾ ദേശീയ വരുമാനം എത്രയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആളോഹരി വരുമാനം എത്രയാണെന്നോ ഒന്നും അവർ എന്ത് ചെയ്തിട്ടില്ല, കാൽക്കുലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നാലാമത്തെ പോയിന്റ്, ഇവിടെ കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ദാദാഭായ് നവറോജി, അതുപോലെ വില്യം, അതുപോലെ VKRV, അതുപോലെ RC, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? ഇന്ത്യയിലെ മെയ്ഡ് ടു മെഷർ ഇന്ത്യാസ് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഈ 5 പേരാണ് ഇവിടെ പറയുന്നത്. അവരുടെ പേരാണ്, നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച 5 പേരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഈ 3 പേര്, ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ VKRV റാവു, അതുപോലെ RC ദേശായി എന്ന് പറയുന്ന ഈ 3 പേര് എന്താണ്? ഇന്ത്യക്കാരാണ്. ബാക്കി വരുന്ന 2 പേര് വില്യമും ഷിറാസും എന്താണ്? നമ്മുടെ ഫോറിൻസുകാരാണ്. അതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പറയുന്ന 3 പേര് ഇന്ത്യയിലുള്ള ആൾക്കാരാണ്, ബാക്കി 2 പേരെന്താണ്? ഫോറിൻസുകാരാണ്.
അഞ്ചാമത്തെ പോയിന്റ്, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് മെയ്ഡ് ബൈ VKRV റാവു. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കാൻ ഇവർ ശ്രമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? VKRV റാവു ആണ്. അദ്ദേഹം കണ്ടുപിടിച്ച 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. He claimed that India economy grow 2% per annum. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് വെറും 2% മാത്രമായിരുന്നു എന്നാണ് VKRV റാവു കണ്ടെത്തിയ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ദ CPI ഗ്രോ ലെസ് ദാൻ 5%, 0.5% പെർ ആനമാണ്. ഇവിടെ ആളോഹരി വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഓരോ വ്യക്തിക്കും കിട്ടേണ്ട വരുമാനമാണ് അല്ലേ. അത് വെറും എന്താണ്? 0.5% മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. 1% പോലും വരുമാനമില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് VKRV റാവു കണ്ടുപിടിച്ചിട്ടുള്ളത്. NB ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് 2ഉം. കാരണം ചോദിക്കാറുണ്ട്, ഈ 2 പോയിന്റും ചോദിക്കാറുണ്ട്. സെപ്പറേറ്റഡ് ആയിട്ട് എടുത്തിട്ടാണ് ചോദിക്കാറ്. VKRV റാവുവിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. 2 മാർക്കിനും അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് ആണ്, ബോത്ത് ദിസ് ഈസ് ഷോഡ് ഇന്ത്യാസ് ഇക്കണോമി വാസ് ഡെവലപ്ഡ് ഇൻ എ എക്സ്ട്രീംലി ലോ റേറ്റ്. ഇന്ത്യൻ ഇക്കണോമിയുടെ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു? വളരെ സ്ലോ ആയിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ഓരോ സെക്ടർ വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നതാണ് അഗ്രികൾച്ചർ സെക്ടർ. എന്ന് വെച്ചാൽ ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഡ്യൂറിങ് ദിസ് പീരീഡ് വാസ് അണ്ടർ സ്റ്റാഗ്നേഷൻ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥ ഏറ്റവും വലിയ പ്രത്യേകത എന്താ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്ത്യയുടെ വളർച്ചയെ അല്ല നമ്മളിവിടെ പറയുന്നത്. എന്താണ്? സ്റ്റാഗ്നേഷൻ, ഇന്ത്യയുടെ വളർച്ചയില്ലായ്മ അല്ലെങ്കിൽ മുരടിപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരടിപ്പാണ്. ഇന്ത്യയിലെ മുരടിപ്പിനെയാണ് ഇവിടെ പറയുന്നത്. ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, വളരെ കുറവായിരുന്നു. എന്ത്? അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇനി എന്താണ് സ്റ്റാഗ്നേഷൻ വരാനുള്ള പ്രധാന കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റാഗ്നേഷൻ ഡ്യൂ ടു various system of land and revenue settlement introduced by the colonial government. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ജമീന്ദാരി സിസ്റ്റം എന്ന് വെച്ചാൽ കൊളോണിയൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂമിയുടെ റവന്യൂ സെറ്റിൽമെന്റ്സിന്റെയും വിവിധ സംവിധാനങ്ങൾ സ്റ്റാഗ്നേഷൻ വരാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജമീന്ദാരി സിസ്റ്റത്തിനൊക്കെ കുറിച്ച്. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത് ലോ പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിന്റെ കാരണം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനാഡിക്വേറ്റ് ടെക്നോളജി, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പഴയ ടെക്നോളജി, പഴയ തരം ടെക്നോളജികളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ജലസേചന സൗകര്യങ്ങളുടെയും വളങ്ങളുടെ എല്ലാം അഭാവം ഇവിടെ എന്താണ് കാണപ്പെട്ടിട്ടുണ്ട്. Commercialization of agriculture, shift from the production of food crops into cash crops. എന്നുവെച്ചാൽ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെയാണ് പറയുന്നത്. നമ്മുടെ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കാണ്? നാണ്യവിളകളിലേക്കുള്ള മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്.
അടുത്തതാണ് സെമിൻദാരി സിസ്റ്റം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അല്ലെ. സെമിൻദാരി സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ സെമിൻദാരി സിസ്റ്റത്തിന്റെ ഇതിനെയൊക്കെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെമിൻ എന്ന് പറഞ്ഞാൽ എന്താ? പീസ് ഓഫ് ലാൻഡ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു കഷ്ണം ഭൂമിയെ കുറിച്ചാണ് സെമിൻ എന്ന് അർത്ഥാക്കുന്നത്. സെമിൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു കഷ്ണം ഭൂമി എന്നാണ്. ഇന്ത്യ മോഡൽ ഓഫ് ഫ്യൂഡലിസം. ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ഫ്യൂഡലിസം എന്ന് പറയുന്നതിന്റെ ഇന്ത്യൻ മോഡലാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ലാൻഡ് ടാക്സ് സിസ്റ്റം കളക്റ്റഡ് ബൈ ജമീന്ദാസ്, അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷ് മിഡിൽ മാൻ, എന്ന് വെച്ചാൽ ടാക്സസ് കളക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്? ജമീന്ദാരി സിസ്റ്റം. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ആദ്യം ആരാണ് കളക്ട് ചെയ്യുക? ജമീന്ദാർമാര് കളക്ട് ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരത് പിന്നീട് കളക്ട് ചെയ്യും. അപ്പോൾ ടാക്സസ് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? ജമീന്ദാരി സിസ്റ്റം. ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാം, എങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. The profit accounting of the agriculture sector went to the zamindars. എന്ന് വെച്ചാൽ എന്താ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലെ ലാഭം ആർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ജമീന്ദാർമാർക്കാണ് അവിടെ ലാഭം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്ന ലാസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മള് ജമീന്ദാർ സിസ്റ്റത്തെ കുറിച്ചാണ് ഇപ്പൊ നോക്കിയത്. ജമീൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു കഷ്ണം ഭൂമി എന്നാണ്. അതുപോലെ ഇന്ത്യൻ മോഡൽ ഓഫ് ഫ്യൂഡലിസം നമ്മൾ പറഞ്ഞു. എന്താണ്? ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ഫ്യൂഡലിസം എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഇന്ത്യൻ മോഡലാണ്. മോഡൽ എന്ത് പറഞ്ഞിരിക്കുന്നതാണ്? ജമീന്ദാരി സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് സിസ്റ്റം ആണ് എന്ത്? ജമീന്ദാരി സിസ്റ്റം. ടാക്സുകളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് നമ്മൾ ജമീന്ദാർമാർ കളക്ട് ചെയ്യും, പിന്നീട് അത് ബ്രിട്ടീഷുകാർ കളക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ ഫാർമേഴ്സിൽ ഫസ്റ്റ് വരും, പിന്നീട് ജമീന്ദാറിലേക്ക് മാറും, പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് മാറും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലെ പ്രോഫിറ്റും നമുക്ക് കിട്ടുന്നത് ഏത് വഴിയാണ്? ജമീന്ദാർമാർക്ക് മാത്രമാണ് ഈ വഴി കിട്ടുന്ന എല്ലാ പ്രോഫിറ്റുകളും എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന സെക്ടർ ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ പറഞ്ഞു, ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രിയൽ ആണ്, വ്യവസായിക മേഖലയെ കുറിച്ചാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യ ഡി നോട്ട് ഹാവ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ്. അവിടെ പറയുന്നുണ്ട് ഡി നോട്ട് ഹാവ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ നമ്മുടെ ഇന്ത്യക്ക് എന്തില്ല? ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ശക്തമായ വ്യാവസായിക അടിത്തറ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല. അവിടെ ഇന്ത്യക്ക് ശക്തമായ വ്യാവസായിക അടിത്തറ ഉണ്ടായിരുന്നില്ല. ഡിക്ലൈൻ ഓഫ് ദ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് റിസൾട്ട്സ് ഇൻ എന്ന് വെച്ചാൽ കരകൗശല വ്യവസായങ്ങളുടെ തുടർച്ചയ്ക്ക് എന്തായി? കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദി ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യൻ ബിക്കെയിം എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് ഫാക്ടറി പ്രൊഡക്ട്സ് എന്ന് വെച്ചാല് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അപവ്യവസായികവൽക്കരണം എന്നാണ് പറയുക. ഇവിടെ എന്താ പറയണേ? നമ്മുടെ ഇന്ത്യ കുറേ അസംസ്കൃത വസ്തുക്കളുള്ള ഒരു കൂടാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ത്യ സംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയായിട്ടും ബ്രിട്ടീഷ് ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ചെറിയ പൈസക്ക് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അസംസ്കൃത വസ്തുക്കൾ അവരുടെ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്? അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് അവർ കൊണ്ടുപോവാണ്, എക്സ്പോർട്ട് നമ്മൾ ചെയ്യാണ്. ആ ഒരു പ്രൊഡക്റ്റ് അവരവിടെ മാനുഫാക്ചർ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ട് അവർ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ എന്ത് ചെയ്യാണ്? പിന്നെയും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ആ പ്രൊഡക്റ്റ് കൊണ്ട് ഇന്ത്യയിലേക്ക് അവര് ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ
എന്താ പറയുക, മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ നമ്മുടെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ശ്രമിക്കുകയാണ്. നാലാമത്തത്, the Tata Iron and Steel Company, TISCO, was the only large-scale industry established in 1907. അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വലിയ വ്യവസായമായിരുന്നു എന്ത്, ടിസ്കോ എന്ന് പറയുന്ന ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വലിയൊരു വ്യവസായമായിരുന്നു ടിസ്കോ, ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയും. അഞ്ചാമത്തെ പോയിന്റ് ആണ്, there was no capital goods industry to help promote further industrialized in India. നമ്മൾ പറഞ്ഞ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രികളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമുക്ക് വേണ്ട വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള മെഷീൻസുകളൊന്നും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നില്ല. നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ, പക്ഷെ അത് ഉണ്ടാക്കേണ്ട മെഷീൻസുകൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. ദ ഗ്രോത്ത് റേറ്റ് of the new industrial sector and its contribution to the GDP remained very low. എന്നുവെച്ചാൽ പുതിയ വ്യവസായിക മേഖലയുടെ വളർച്ചാ നിരക്കും അതുപോലെ തന്നെ GDP-യിൽ അതിൻ്റെ സംഭാവനയും എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. പബ്ലിക് സെക്ടർ വാസ് ലിമിറ്റഡ് ഇൻ റെയിൽവേസ്, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്സ് ആൻഡ് സെയിം other departmental undertakings. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ, അതുപോലെ വൈദ്യുതി ഉൽപാദനം, അതുപോലെ കമ്മ്യൂണിക്കേഷൻസ്, വാർത്താവിനിമയം, അതുപോലെ തന്നെ തുറമുഖങ്ങൾ, അങ്ങനെ മറ്റ് ചില വകുപ്പുകളുടെ സ്ഥാപനങ്ങൾ എന്നിവയിൽ പൊതുമേഖല എന്തായിരുന്നു, പരിമിതമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളിനി പറയാൻ പോകുന്ന മൂന്നാമത്തെ സെക്ടറാണ്. നമ്മൾ ഫസ്റ്റ് അഗ്രികൾച്ചർ സെക്ടർ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ സെക്ടർ പറഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ സെക്ടറാണ് ഫോറിൻ സെക്ടർ. ഇന്ത്യൻ ഫോറിൻ സെക്ടറാണ്, വിദേശ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ പറയുന്നുണ്ട് എന്താണ്, പുരാതന കാലം മുതൽ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ എന്തുണ്ടായിരുന്നു എന്നാണ് പറയണേ, ഇൻ്റർനാഷണൽ ട്രേഡ് സിൻസ് അസൈൻ ടൈംസ് എന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു നിർണായക പങ്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ഇന്ത്യ ബിക്കെയിം, നമ്മുടെ കൊളോണിയൽ പീരീഡിൽ നമ്മുടെ ഇന്ത്യക്കുണ്ടായ രണ്ട് മാറ്റങ്ങളുണ്ട്. ആ രണ്ട് മാറ്റങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്റ്റ്, റോ സിൽക്ക്, കോട്ടൺ, ഷുഗർ, ഇൻഡിഗോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, പ്രൈമറി പ്രൊഡക്ട്സിൻ്റെ കയറ്റുമതിയാണ് അവർ പറയുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കായി അസംസ്കൃത സിൽക്കും കോട്ടനും കമ്പിളിയും പഞ്ചസാര, ഇൻഡിഗോ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ എന്താ പറയുന്നത്, ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് കസ്റ്റമർ പ്രൊഡക്റ്റ്, അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്താണ്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്താ പറയുക, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ എന്തായിട്ട് മാറി, ഇറക്കുമതിക്കാരനായിട്ട് ഇന്ത്യ മാറി. അതിൽ പരുത്തി പെടും, പട്ട് പെടും, കമ്പിളി വസ്ത്രങ്ങൾ, ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തെ പോയിന്റാണ്, ഓപ്പണിംഗ് ഓഫ് ദ സ്യൂയസ് കനാൽ ഫർദർ മെയ്ഡ് മോർ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. സ്യൂയസ് കനാൽ തുറന്നത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ എന്തുണ്ടാക്കാനാണ് ചെയ്തത്, കൂടുതൽ ബ്രിട്ടീഷ് നിയന്ത്രണം ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. India had large export surplus but did not get actual benefit to India. ഇന്ത്യക്ക് വലിയ കയറ്റുമതി മിച്ചമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തുണ്ടായിരുന്നില്ല, അവർക്ക് ഇന്ത്യക്ക് കിട്ടേണ്ട നേട്ടം, അവർക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ്, യഥാർത്ഥത്തിലുള്ള ഒരു പ്രോഫിറ്റോ ബെനിഫിറ്റോ ഒന്നും ആക്കി കിട്ടിയിരുന്നില്ല, ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കയറ്റുമതി മിച്ചമുണ്ട്, പക്ഷേ അതിനും വേണ്ട യഥാർത്ഥത്തിലുള്ള അവരുടെ നേട്ടം അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം നമ്മുടെ ഇന്ത്യൻ
ഇക്കണോമി ഓൺ ദ ഇവൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ പറയാനുണ്ട്, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഇമ്പാക്ട്സ് ഓഫ് ബ്രിട്ടീഷ് റൂളിനെ കുറിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവും പറയാനുണ്ട്, നെഗറ്റീവും നമുക്ക് പറയാനുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്കിനിയും ഈ ചാപ്റ്ററിൽ പറയാനുള്ള കാര്യം. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും എടുത്തത് ക്ലിയർ ആയിട്ട് പഠിക്കുക. നോട്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ക്യാച്ച് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും പഠിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് അടുത്ത പാർട്ട് 2 ഇടുന്നതായിരിക്കും. താങ്ക് യു.